നടന്നൊരു സംഭവം പറയാം. ഞങ്ങൾ രാവിലെ ഓഫീസിലേക്ക് വരികയാണ്, നാഷണൽ ഹൈവേ കൂടെയാണ് വരുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-40 സ്പീഡിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വണ്ടി ഒരു ബാക്കിലേക്ക് പിടിച്ച് വലിച്ച പോലെ ഞങ്ങൾക്ക് തോന്നി. വണ്ടി കയ്യിൽ നിന്നും അറിയാനൊക്കെ പോയിട്ട് നേരെ പിടിച്ച് നിർത്തി ഞങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് ഹെൽമെറ്റൊക്കെ പൊക്കി നോക്കുമ്പോഴാണ് നമ്മുടെ കാലിൻ്റെ ആംഗിളിന് മേളിൽ വരെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കേരളത്തിലുടനീളം നമ്മൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണ് മണ്ണ് വീഴുന്നത്, എവിടെയാണ് മണ്ണ് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് റോഡിൻ്റെ സ്ഥിതി, എവിടേക്കാണ് വെള്ളം വീഴുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് ആരും എങ്ങനെ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം വന്നു കഴിയുമ്പോഴാണ് ഇതിൽ എവിടെയൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് ഇവരും തിരിച്ചറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 മാസം വീട്ടിലിരുന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ മുതിർന്നവർക്ക് തന്നെ ഇപ്പോൾ ഈ റോഡിൻ്റെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ട് മനസ്സിലാവുന്നില്ല ഏതാണ് റോഡ്, ഏതാണ് അങ്ങാടിയെന്ന്. അപ്പോൾ 2 മാസം വീട്ടിലിരുന്ന കുട്ടികളുടെ അവസ്ഥ ഭീകരമാണ്. ഈ വലിയ കൊടയും വടിയൊക്കെ പിടിച്ചിട്ടാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ കൃത്യമായി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീകളോടോ മുതിർന്നവരോടോ കുട്ടികളോടോ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മളുടെ റോഡിൻ്റെ സ്ഥിതി ഇതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക.